ശിവാപരാധ ക്ഷമാപണ സ്തോത്രം മലയാളത്തിൽ മനസ്സിലാക്കാം. ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം: കർമ്മബന്ധം നിമിത്തം പാപമുണ്ടാകുന്നു. അത് നിമിത്തം മാതൃഗർഭത്തിൽ മലമൂത്രാദി ദുർഗന്ധപൂർണമായ അശുദ്ധ വസ്തുക്കളുടെ ഇടയിൽ കിടക്കുന്ന എന്നെ ജഠരാഗ്നി വല്ലാതെ തവിപ്പിക്കുന്നു. അവിടെ എന്തെല്ലാം ദുഃഖം എന്നെ അലട്ടുന്നു എന്ന് ആർക്കും വിവരിക്കുവാൻ സാധ്യമല്ല. അല്ലയോ മഹാദേവ, പരമശിവ ശംഭോ, എന്റെ തെറ്റുകളെയെല്ലാം പുറത്ത് അനുഗ്രഹിക്കണമേ. രണ്ടാം ശ്ലോകത്തിന്റെ അർത്ഥം: ബാല്യകാലത്ത് ഏറ്റവുമധികം ദുഃഖമുണ്ടാകുന്നു. മലം പുരണ്ട ദേഹം, മുലപ്പാൽ കുടിക്കാനുള്ള ആഗ്രഹം, ഇന്ദ്രിയങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാനുള്ള കഴിവില്ലായ്മ, തമോഗുണജാതങ്ങളായ ക്ഷുദ്ര ജന്തുക്കളുടെ ഉപദ്രവം, നാനാവിധ രോഗങ്ങൾ, ഇവയെക്കൊണ്ടുള്ള ദുഃഖം കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് പരവശനായിത്തീരുന്നു. ആ സമയത്ത് ശ്രീ പരമേശ്വരനെ സ്മരിക്കുന്നതേയില്ല. അല്ലയോ ശംഭോ മഹാദേവ, എന്റെ ആ അപരാധങ്ങളെയെല്ലാം പുറത്ത് അനുഗ്രഹിക്കണമേ. മൂന്നാം ശ്ലോകാർത്ഥം: യൗവനത്തിലെത്തി ഞാൻ പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വിഷപ്പാമ്പുകളാൽ മർമ്മങ്ങളിൽ കടിക്കപ്പെട്ട് വിവേകം നഷ്ടപ്പെട്ട് ഭാര്യ, പുത്രൻ, ധനം ഇവയെ അനുഭവിക്കുന്നതിൽ മുഴുകിക്കഴിഞ്ഞു. അന്ന് അഭിമാനവും അഹങ്കാരവും നിറഞ്ഞ എന്റെ ഹൃദയത്തിൽ പരമേശ്വര ചിന്ത തീരെ ഉണ്ടായില്ല. അല്ലയോ ശംഭോ മഹാദേവ, എന്റെ ആ അപരാധങ്ങളെ പുറത്ത് അനുഗ്രഹിക്കണമേ. നാലാം ശ്ലോകാർത്ഥം: വാർദ്ധക്യത്തിൽ ഇന്ദ്രിയങ്ങളുടെ ഗതി വികലമായി, ബുദ്ധി മന്ദീഭവിച്ചു. ആദിദൈവികമായും ആധ്യാത്മികമായും ആദിഭൗതികമായുണ്ടാകുന്ന ദുഃഖങ്ങളെക്കൊണ്ടും പാപങ്ങളെക്കൊണ്ടും രോഗങ്ങളെക്കൊണ്ടും വേർപാടുകളെക്കൊണ്ടും ക്ഷീണിച്ച ദേഹം ഒന്നിനും ശക്തിയില്ലാത്തതായും ദുഃഖിതമായും തീർന്നു. അപ്പോഴും മിഥ്യാമോഹങ്ങളിലും വൃഥാഭിലാഷങ്ങളിലും ഭ്രമിച്ചു നടക്കുന്ന മനസ്സ് സർവേശ്വരനെപ്പറ്റി ചിന്തിക്കുന്നതേയില്ല. അല്ലയോ മഹാദേവ ശംഭോ, എന്റെ അപരാധങ്ങളെ പുറത്ത് അനുഗ്രഹിക്കണമേ. അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം: അടിക്കടി വിഷമമായിട്ടുള്ളതും പാപപരിഹാരത്തിനുള്ള പ്രാശ്ചിത്താദികളെക്കൊണ്ട് സങ്കീർണമായിട്ടുള്ളതുമായ സ്മാർത്ഥകർമ്മം എനിക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ബ്രാഹ്മണർക്ക് വേണ്ടി വിധിച്ചിട്ടുള്ളതും ബ്രഹ്മപ്രാപ്തിക്കുള്ള മാർഗവുമായ സൗദകർമ്മങ്ങളുടെ കാര്യം പറയാനുണ്ടോ? ഒട്ടും സാധിക്കുന്നില്ലെന്നർത്ഥം. ധനത്തിൽ ആസക്തിയില്ല, ശ്രവണമനനങ്ങൾ ചെയ്തിട്ടില്ല, പിന്നെ ധ്യാനത്തിന്റെ കാര്യം പറയാനുമില്ല, ധർമ്മം ചെയ്തിട്ടുമില്ല. ഇങ്ങനെ അങ്ങയെ പ്രാപിക്കുവാനായി എനിക്ക് ചെയ്യാൻ ഒന്നും തന്നെ സാധിക്കുന്നില്ല. അല്ലയോ ശംഭോ മഹാദേവ, എന്റെ ഈ അപരാധങ്ങളെല്ലാം പുറത്ത് എന്നെ അനുഗ്രഹിക്കണമേ. ആറാം ശ്ലോകാർത്ഥം: രാവിലെ കുളിച്ച് അങ്ങയുടെ അഭിഷേകത്തിനായി ഗംഗാജലമോ പൂജയ്ക്കായി കാടുകളിൽ നിന്ന് കൂവളത്തിലയോ ഞാൻ കൊണ്ടുവന്നില്ല. സരസിൽ വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കളോ ഗന്ധപുഷ്പങ്ങളോ അങ്ങേക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നില്ല. അല്ലയോ ശംഭോ മഹാദേവ, എന്റെ ആ അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണമേ. അടുത്ത ശ്ലോകാർത്ഥം: തേൻ, നെയ്യ്, തൈര്, പഞ്ചസാര ഇവയോടുകൂടിയ പാലുകൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തില്ല. ചന്ദനം മുതലായത് ചാർത്തിയില്ല. പൊൻപൂക്കളെക്കൊണ്ട് ആരാധിച്ചില്ല. ധൂപം, കർപ്പൂരദീപം, ഷഡ്രസോപേതമായ നൈവേദ്യം ഇവയെക്കൊണ്ടൊന്നും പൂജിച്ചില്ല. അങ്ങനെ ഒരു നിലയ്ക്കും അങ്ങയെ ആരാധിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അല്ലയോ ശംഭോ മഹാദേവ, ആ അപരാധങ്ങളെല്ലാം പുറത്ത് എന്നെ അനുഗ്രഹിക്കണമേ. അടുത്ത ശ്ലോകത്തിന്റെ മലയാളാർത്ഥം: മനസ്സിൽ പരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ബ്രാഹ്മണർക്ക് ധാരാളം ധനം ദാനം ചെയ്തിട്ടില്ല. ലക്ഷം ബീജമന്ത്രങ്ങൾ ജപിച്ച് അഗ്നിയിൽ അങ്ങേക്ക് ആഹൂതികളും അർപ്പിച്ചിട്ടില്ല. വേദത്തിലുള്ള രുദ്രമന്ത്രങ്ങൾ ജപിച്ച് വ്രതജപ നിയമങ്ങളോടുകൂടി ഗംഗാതീരത്ത് തപസ്സനുഷ്ഠിച്ചിട്ടില്ല. അല്ലയോ ശംഭോ മഹാദേവ, എന്റെ ആ അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണമേ. ഒമ്പതാം ശ്ലോകാർത്ഥം: ശിരസ്സിലുള്ള സഹസ്രദള പത്മത്തിലെത്തി പ്രണവസഹിതമായ പ്രാണായാമം കൊണ്ട് കുംഭനം ചെയ്യപ്പെട്ട സുഷ്മനാനാഡിയിൽ ശാന്തമായിത്തീർന്ന മനസ്സിനെ
വേദപ്രതിപാദ്യവും ലിംഗാനുമേയവും സ്പഷ്ടമായ മാഹാത്മ്യത്തോടു കൂടിയതുമായ പരംജ്യോതി സ്വരൂപത്തിൽ ലയിപ്പിച്ച് സർവാന്തര്യാമിയായ ശ്രീപരമേശ്വരനെ സ്മരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അല്ലയോ ശംഭോ മഹാദേവ, എന്റെ അപരാധങ്ങളെ പുറത്ത് എന്നെ അനുഗ്രഹിക്കണമേ. 10ാം ശ്ലോകാർത്ഥം. നഗ്നനും നിസംഗനും ശുദ്ധനും സത്വരജസ്തമോ ഗുണങ്ങളോട് ബന്ധമില്ലാത്തവനും അജ്ഞാനം നശിച്ചവനും നാസികാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചവനും ശിവമാഹാത്മ്യമറിഞ്ഞവനുമായി ഏകാന്തത്തിലിരുന്ന് ഏകാഗ്രതയോടെ കലിമലങ്ങളില്ലാത്ത പരമേശ്വരനെ ധ്യാനിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അല്ലയോ മഹാദേവ ശംഭോ, എന്റെ ആ അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണമേ. 11ാം ശ്ലോകാർത്ഥം. ശിരസ്സിൽ ചന്ദ്രക്കല ചൂടിയവനും കാമനെ ദഹിപ്പിച്ചവനും ജടയിൽ ഗംഗയെ ധരിക്കുന്നവനും ലോകത്തിന് സുഖമരുളുന്നവനും കണ്ഠത്തിലും കർണത്തിലും സർപ്പങ്ങളെ ആഭരണമാക്കിയിട്ടുള്ളവനും 3ാം തൃക്കണ്ണിൽ അഗ്നിയോടുകൂടിയവനും ആനത്തോലുടുത്തവനായിട്ടുള്ളവനും ലോകത്രയത്തിനും സാരഭൂതനുമായ ശ്രീപരമേശ്വരനെ സംസാര മോക്ഷലബ്ധിക്കായി പൂർണ്ണ മനസ്സോടെ ധ്യാനിക്കുക. മറ്റ് കർമ്മങ്ങളെക്കൊണ്ട് എന്താണ് കാര്യം? അടുത്ത ശ്ലോകത്തിന്റെ വിവർത്തനം കേൾക്കാം. ഈ ധനം, ആന, കുതിര ഇവയെക്കൊണ്ടെല്ലാം എന്ത് ബലം? രാജ്യം കിട്ടിയിട്ട് എന്ത് കാര്യം? പുത്രൻ, ഭാര്യ, സ്നേഹിതന്മാർ, പശുക്കൾ, ദേഹം, ഗൃഹം ഇവ കൊണ്ടെല്ലാം എന്ത് കൃതം? അല്ലയോ മനസ്സേ, ഇവയെല്ലാം ക്ഷണനശ്വരങ്ങളാണെന്നറിഞ്ഞ് ഉടനെ ദൂരെ ഉപേക്ഷിക്കുക. ആത്മസാക്ഷാത്കാരത്തിനായി ഗുരുവിന്റെ ഉപദേശമനുസരിച്ച് പാർവതീവല്ലഭനായ ശ്രീപരമേശ്വരനെ എപ്പോഴും ഭജിക്കുക. 13ാം ശ്ലോകാർത്ഥം. കണ്ടുകൊണ്ടിരിക്കെ നിമിഷം തോറും ആയുസ് നശിച്ചു പോകുന്നു, ദിവസം തോറും യൗവനവും ക്ഷയിച്ചു പോകുന്നു. പോയ ദിവസങ്ങളൊന്നും തിരികെ വരുന്നില്ല. കാലം ലോകത്തെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് വെള്ളത്തിലെ കുമിള പോലെ ചഞ്ചലമാകുന്നു. ജീവിതവും ഇടിമിന്നൽ പോലെ ക്ഷണനശ്വരമാണ്. അതുകൊണ്ട് അല്ലയോ ശരണാഗതവത്സരനായ ശ്രീപരമേശ്വര, ശരണം പ്രാപിച്ച എന്നെ ഇപ്പോൾ തന്നെ അങ്ങ് രക്ഷിച്ചാലും. 14ാം ശ്ലോകാർത്ഥം. ഞാൻ രാവും പകലും അനേകായിരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലയോ പരമേശ്വര, ഇവൻ അങ്ങയുടെ ദാസനാണെന്ന് വിചാരിച്ച് എന്റെ ആ അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണമേ. ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ 15ാമത്തെയും അവസാനത്തെയും ശ്ലോകത്തിന്റെ മലയാള വിവർത്തനം കേൾക്കാം. കൈകാലുകളെക്കൊണ്ടോ വാക്കുകളെക്കൊണ്ടോ ദേഹം കൊണ്ടോ കർമ്മം കൊണ്ടോ കണ്ണ്, കാത് മുതലായ ഇന്ദ്രിയങ്ങളെക്കൊണ്ടോ മനസ്സുകൊണ്ടോ ഇതുവരെ ചെയ്തിട്ടുള്ളതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ അപരാധങ്ങളും പുറത്ത് എന്നെ അനുഗ്രഹിക്കണമേ. കരുണാവാരിധിയായ ശ്രീ മഹാദേവ ശംഭോ, ജയിച്ചാലും. ഓം ശാന്തി ശാന്തി ശാന്തി. അങ്ങനെ 15 ശ്ലോകങ്ങളോടുകൂടിയ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിന്റെ മലയാള വിവർത്തനം സമാപിച്ചിരിക്കുകയാണ്. ആ 15ാം ശ്ലോകം, അവസാനത്തെ ശ്ലോകം, മൂലശ്ലോകം ഒന്നുകൂടെ ജപിക്കുകയാണ്. കരചരണാകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാതം വിഹിതമവിഹിതം വാ സർവമേ ക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.